കാസർഗോഡ് ഡിപ്പോയിലെ ഡ്രൈവർ സുരേഷിനും കണ്ടക്ടർ സനുവിനും ബുധനാഴ്ച രാത്രിയിലെ ആശങ്കപ്പെടുത്തിയ സംഭവങ്ങൾ ഇപ്പോഴും മറക്കാനായിട്ടില്ല. സുരേഷ് വർഷങ്ങളായി ദീർഘദൂര സർവീസ് ഡ്രൈവറായി പോകുന്നയാളാണ്. ചൊവ്വാഴ്ച രാത്രിയാണ് കാസർഗോഡിൽ നിന്നും KSRTC കാസർഗോഡ് യൂണിറ്റിലെ ATC 142 ഡീലക്സ് ബസ്സിൽ ബാംഗ്ലൂരിലേക്ക് പോയത്. തിരിച്ച് രാത്രി 9 മണിയോടെയാണ് ബാംഗ്ലൂരിൽ നിന്ന് അകലെ ബിട്ടിത്തി ഭാഗത്ത് എത്തിയപ്പോഴാണ് സർവീസ് റോഡിൽ നിന്നും 3 പേർ ബസ്സിന് നേരെ കോഴിമുട്ടയെറിഞ്ഞത്. സമീപത്ത് 2 ബൈക്കുകളിലായി മറ്റു ചിലരെയും കാണാമായിരുന്നു. അപകടം മനസ്സിലായതോടെ ചില്ലിലൂടെ കാണുന്ന അവ്യക്തമായ റോഡിലൂടെ സംയമനത്തോടെ ബസ് നിർത്താതെ ഓടിച്ചു പോന്നു. ഇത് പറയുമ്പോൾ ഇപ്പോഴും പേടി മാറിയിട്ടില്ല സുരേഷിന്. ബാംഗ്ലൂരിൽ നിന്ന് 8:30 പുറപ്പെട്ട വണ്ടി ഏകദേശം 30 കിലോമീറ്റർ കഴിഞ്ഞതിന് ശേഷം ബിഡതി റെയിൽവേ ഫ്ലൈ ഓവർ കഴിഞ്ഞ് അടുത്ത് കിട്ടുന്ന വണ്ടർലാൻഡ് ഫ്ലൈ ഓവർ ഉണ്ട്, അണ്ടർപാസിങ് കഴിഞ്ഞ് മുമ്പോട്ട് പോകുന്ന സമയത്താണ് സർവീസ് റോഡ് മുകളിൽ നമ്മൾ താഴെയായിട്ട് വരുന്ന സമയത്ത് ആ സർവീസ് റോഡിൽ ഇരുന്ന് നമ്മൾ ഫ്രണ്ട് ഗ്ലാസ്സിലേക്ക് മുട്ട എറിഞ്ഞു. 3 മുട്ടയാണ് എൻ്റെ നേരെ വന്നത്. എത്ര എറിഞ്ഞു അറിയില്ല, 3 മുട്ട വന്ന് ഗ്ലാസ്സിൽ മുട്ട വീണ് ഒലിക്കുന്ന പാടുണ്ടായിരുന്നു. പെട്ടെന്ന് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. പക്ഷെ അവിടെ നിൽക്കുന്നത് സേഫല്ല എന്ന് തോന്നിയത് കൊണ്ട് വണ്ടി മുമ്പോട്ടേക്ക് എടുത്തു. പറ്റാവുന്ന രീതിയിൽ മുമ്പോട്ട് എടുത്തിട്ട് പിന്നെ ഒരു 2 കിലോമീറ്റർ കഴിഞ്ഞ് വെളിച്ചൂലെടുത്ത് വണ്ടി വെച്ചിട്ട് ഞാനും കണ്ടക്ടറും കൂടെ വണ്ടിയുടെ ഗ്ലാസ്സൊക്കെ ഒന്ന് കഴുകി. അത് കഴുകാൻ വലിയ പാടാണ്, മുട്ട എറിഞ്ഞാലുള്ള അവസ്ഥ അറിയാം, പെയിൻ്റ് അടിച്ച പോലെ ഉണ്ടാവും. അതൊക്കെ ക്ലീനാക്കിയിട്ട് ഞങ്ങൾ അവിടുന്ന് മേലധികാരികളൊക്കെ വിവരം അറിയിച്ചു. അതിനുശേഷം യാത്ര തുടർന്നു. സംഭവത്തിൽ KSRTC പ്രത്യേക അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. അപകടമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആക്രമണം നടന്നതെന്ന സംശയത്തെ തുടർന്ന് അട്ടിമറി സാധ്യതകൾ ഉൾപ്പെടെ പരിശോധിക്കാൻ ഗതാഗത മന്ത്രി CP ജോൺ KSRTCക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ പ്രദേശത്തിന് വെറും 2 കിലോമീറ്റർ മാത്രം ചുറ്റളവിലാണ് ഓഗസ്റ്റ് 8-ന് കോഴിക്കോട് ഡിപ്പോയിലെ മറ്റൊരു KSRTC ബസ് മറിഞ്ഞ് 2 ജീവനക്കാർ മരിക്കുകയും യാത്രക്കാർക്ക് പരിക്കേൽക്കുകയും ചെയ്തത്. കുറഞ്ഞ ദിവസങ്ങൾക്കുള്ളിൽ ഇതേ സ്ഥലത്ത് സമാനമായ അപകട സാഹചര്യം ഉണ്ടായതാണ് അട്ടിമറി സംശയങ്ങൾക്ക് ഇടയാക്കിയിട്ടുള്ളത്. സമാന സാഹചര്യത്തിൽ അപകടത്തിൽപ്പെട്ട ബസ്സും ആക്രമിക്കപ്പെട്ടോ എന്നും സംശയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സമഗ്ര അന്വേഷണത്തിനാണ് KSRTC ഉത്തരവിട്ടിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.